സംസ്കൃത സർവകലാശാലയിലെ ശവസംസ്കാര പ്രതിഷേധത്തിലും അതിക്രമത്തിലും വിസി ഡോക്ടർ സിസ തോമസിന്റെ പരാതിയിൽ കൂടുതൽ നടപടികളിലേക്ക് ലോക്ഭവൻ. അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് DGP വിളിച്ചു വരുത്തിയതിന് പിന്നാലെ കൂടുതൽ ഇടപെടൽ. ലോക്ഭവൻ നിർദ്ദേശത്തിന് പിന്നാലെ കൂടുതൽ അറസ്റ്റിനും നടപടിക്കും ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. വിവരങ്ങൾ നൽകാൻ ശാലിനി ചേരുകയാണ്. ശാലിനി, ഇന്നലെ വൈകിട്ടോടെ സംസ്ഥാന പോലീസ് മേധാവിയെ നേരിട്ട് വിളിച്ചു വരുത്തി കർക്കശമായ നിർദ്ദേശമാണ് ഗവർണർ നൽകിയത്. അതായത് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം. അങ്ങനെ അതിന് പിന്നാലെ ചില നടപടികളും തുടങ്ങിയിരുന്നു ഇന്നലെ തന്നെ. കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യതയും, അല്ലേ? KP അശ്വതി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഒരു സർവകലാശാലയിൽ നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത്. ആ പ്രതിഷേധങ്ങൾക്കപ്പുറം ഒരു VCയെ, സർവകലാശാലയുടെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവരെ കയ്യേറ്റം ചെയ്യുക, അവരുടെ ഔദ്യോഗിക വാഹനം അടിച്ചു തകർക്കുക, കൂടെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫുകളെയും മറ്റുദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്യുക, അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള പരാതികളാണ് കാലടി സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ശവസംസ്കാര പ്രതിഷേധത്തിന് പിന്നാലെ VC ഡോക്ടർ സിസ തോമസ് ലോക്ഭവനിലെത്തി ഗവർണർക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരെ ലോക്ഭവനിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തിയത്. ഗവർണർ വിളിച്ചു വരുത്തി നൽകിയ അടിയന്തര നിർദ്ദേശത്തിന് പിന്നാലെയാണ് 79 പേർക്കെതിരെ കേസെടുക്കുകയും 4 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ 4 SFI പ്രവർത്തകരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. കണ്ടാൽ അറിയാവുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള SFI പ്രവർത്തകർക്ക് നേരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു രീതിയിലും വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല, കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല, വിദ്യാർത്ഥികളാണ് എന്നുള്ള ഒരു പരിഗണനയും ഇക്കാര്യത്തിൽ നൽകരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് ലോക്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് VC ഡോക്ടർ സിസ തോമസിന്റെ പരാതിയാണ്. സിസ തോമസിന് പുറത്ത് മറ്റ് സർവകലാശാല VCമാരും ഈ SFIയുടെ കാടത്തവും അക്രമപരമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പരാതികൾ ലോക്ഭവനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു അടിയന്തര ഇടപെടൽ ഇപ്പോൾ ലോക്ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ നടപടികളും ഉണ്ടാകാനാണ് സാധ്യത. ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള SFI പ്രവർത്തകരായിട്ടുള്ള പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി മറ്റ് നിയമ നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കും. എന്തായാലും ഒരു സമാനതകളില്ലാത്ത സാഹചര്യമാണ് ഇന്നലെ തലസ്ഥാന ജില്ലയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് സർവകലാശാലകൾ, അത് കേരള ആയിക്കോട്ടെ, മറ്റ് ഏത് സർവകലാശാല ആയിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, കാലടി സർവകലാശാല ആയിക്കോട്ടെ, കഴിഞ്ഞ കുറേ നാളുകളായി SFI അവിടെ സമരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നു എന്നുള്ള പേരിൽ സമര ആഭാസങ്ങൾ നടത്തുകയാണ്. കേരള സർവകലാശാലയിലടക്കം VC ഡോക്ടർ മോഹനൻ കുന്നുമേലിനടക്കം കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കടക്കം പ്രതിഷേധങ്ങൾ മുൻപ് എത്തിയതാണ്. ഈ സമാന സാഹചര്യങ്ങൾ നിൽക്കുകയും ഒപ്പം തന്നെ ഇനിയും അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള നിഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഗവർണർ നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവിയും കേസെടുത്ത നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ, മറ്റ് നിയമ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് കാലടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും ഗവർണർ കടുപ്പിച്ച് തന്നെയാണ് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കാനും ഒപ്പം തന്നെ VCമാരെയും അധ്യാപകരെയും കയ്യേറ്റം ചെയ്യാനും ആക്രമിക്കാനും SFIക്ക് ഒരു രീതിയിലുമുള്ള അനുമതി നൽകില്ല. അത്തരം വിദ്യാർത്ഥികളെ ജയിലിൽ അടയ്ക്കും എന്നുള്ള നിലപാട് തന്നെയാണ് VCക്കൊപ്പം ഇപ്പോൾ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറും ലോക്ഭവനും സ്വീകരിച്ചിട്ടുള്ളത്. KP അശ്വതി. ശരി ശാലിനി, എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഗവർണർ നേരിട്ട് DGP വിളിച്ചു വരുത്തി താക്കീത് നൽകിയിരിക്കുകയാണ്. നല്ല നടപടി, അതായത് ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ശിക്ഷ നൽകണം. അതിന് പിന്നാലെ തന്നെ നടപടികൾ ആരംഭിച്ചു. എന്തെങ്കിലും ഒരു നിലപാടിനോട് വൈരുദ്ധ്യമുണ്ട് എങ്കിൽ പ്രതിഷേധിക്കാം. പക്ഷെ ഇതൊക്കെ അല്ലേ, എല്ലാ തരത്തിലും അത്രത്തോളം അവഹേളിക്കുക, അപമാനിക്കുക, സ്ത്രീത്വത്തെ തന്നെ അത്രത്തോളം ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു സമീപനമാണ്. സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടായത്. എങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ആർജവമുള്ള ഒരു ഭരണാധികാരി, ആ ഒരു പവർ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ അത് അനുസരിക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയല്ല, ആ നടപടികൾ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ടുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വരുന്നുണ്ട് എന്നുള്ളതാണ്.